രേവതി ബാബു ഒപ്പം ചേരുന്നുണ്ട്. ശ്രീമതി രേവതി ബാബു, ഇത് ഈ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണല്ലോ. എലപ്പുള്ളിയിൽ ബ്രൂവറി വരുന്നോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. മറുവശത്ത് ഈ ആൾക്കാർക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല എന്ന വലിയൊരു പ്രതിസന്ധി, അതിന് എന്താണ് ചെയ്യാനാവുക? ഇപ്പോൾ വളരെ ഒരു വിഷമത്തിലാണ് പഞ്ചായത്തിന്റെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ തന്നെ പല ബോർവെല്ലുകളിലെയും വെള്ളം വറ്റി തുടങ്ങി. തീരെ ഇല്ലായ്മ. കഴിഞ്ഞ മാസം നമ്മുടെ ബഹുമാനപ്പെട്ട MP വന്ന് ഉദ്ഘാടനം ചെയ്ത ഒരു ബോർവെല്ലും വാട്ടത്തെ ആ ബോർവെല്ലില് പോലും വെള്ളം ഇല്ലാത്ത അവസ്ഥയായി. അപ്പൊ ഇതുപോലെ പല ഭാഗത്തും വീടുകളിൽ, സ്വകാര്യ വ്യക്തികളുടെ വീടുകളിൽ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന വെള്ളം പലരും ഇപ്പൊ കംപ്ലൈന്റ്, ഇതുവരെ ഇല്ലാത്ത കംപ്ലൈന്റ്സ് ആണ് ഇപ്പൊ വരുന്നത്. കാരണം ബോർവെല്ലില് വെള്ളം തീരെ ഇല്ല ഞങ്ങൾക്ക് എന്നുള്ള പരാതികൾ വീട്ടുകാരുടെ വക ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകൾ അല്ലെങ്കിൽ ഇവിടെയുള്ള ജലസംഭരണികൾ, അത് കുളമായാലും കിണറായാലും എന്തായാലും അത് പരമാവധി ഉപയോഗപ്പെടുത്തുക, അതിൽ ജലം സംഭരിക്കുക, കുടിവെള്ളക്ഷാമവും കൃഷിയുടെ ജലക്ഷാമവും പരിഹരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. കാരണം ഇവിടെ അടിസ്ഥാനങ്ങളുണ്ട്, ആ അടിസ്ഥാനങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാരണം സാധാരണ പാവപ്പെട്ട കർഷകർക്ക് അവരുടെ കുളങ്ങൾ നവീകരിച്ച് അതിൽ ജലം സംഭരിക്കാൻ കഴിയുന്ന സാമ്പത്തികാവസ്ഥയിലല്ല സാധാരണ കൃഷിക്കാര്. അവർ തന്നെ നഷ്ടം സഹിച്ചും കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുന്ന കർഷകർക്ക് ഇതുകൂടി ചെയ്യാനുള്ള സാമ്പത്തിക സംവിധാനം ഇല്ല. അതിനൊക്കെ ഗവൺമെന്റ് ഒരു ഇടപെടൽ നടത്തണം. കാരണം നമ്മൾക്കിപ്പോ ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് സ്വകാര്യ കുളങ്ങൾ നവീകരിച്ചു കൊടുക്കാനുള്ള സംവിധാനമില്ല. അത് തന്നെ നമുക്ക് വലിയൊരു വിഷമമാണ്, പരാജയമാണ്. ഇത്തരം കുളങ്ങളൊക്കെ ഈ നെൽകൃഷി മുഖേനയാണ് ജലസ്രോതസ് കൂടുതൽ ഉണ്ടാകുക. അതായത് നെൽകൃഷിക്ക് ധാരാളം ജലം ആവശ്യമാണ്. അവിടെ ധാരാളം വെള്ളം കെട്ടി നിൽക്കുമ്പോൾ സമീപത്തുള്ള കുളങ്ങളും കിണറുകളും ജല സംഭരണ കേന്ദ്രങ്ങളായി മാറും. അപ്പോ അത് യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അതായത് കുടിക്കാനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ട് വന്നില്ല. ഈ നെൽകൃഷി പല ഭാഗത്തും നഷ്ടം സഹിച്ച് കൃഷി ചെയ്യാൻ കൃഷിക്കാർ തയ്യാറാവുകയും. ഒരു ഒറ്റ കാര്യം ഇടപെട്ട് ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ ഈ കാർഷിക ഗ്രാമങ്ങളിൽ പോലും വെള്ളം കിട്ടാനില്ല. അപ്പോൾ കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ പിന്നെ കൃഷിക്കുള്ള ആവശ്യങ്ങൾക്ക് ഇനി എങ്ങനെയാണ് വെള്ളം ഉണ്ടാക്കുക? അപ്പോൾ ഇത് വരാനിരിക്കുന്ന വലിയ അപകടം എന്തെന്ന് കാട്ടിത്തരികയല്ലേ? ഇങ്ങനെയാണിത്. കാരണം ഇതുവരെ കഴിഞ്ഞ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരുപാട് കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നും കഴിഞ്ഞ കുറച്ച് വർഷം, ഒരു 5-6 വർഷമായി നമ്മളൊന്ന് കരകയറി വരികയായിരുന്നു. അറിയാലോ, ഗവൺമെന്റ് വിജ്ഞാപനം വരെ ഇറക്കിയിട്ടുള്ളതാണ്. റെഡ് സോണിൽപ്പെട്ട് കിടക്കുന്നതാണ് ചിറ്റൂർ ബ്ലോക്കും ആ ബ്ലോക്കിൽപ്പെട്ട എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തും. അപ്പോ നമ്മുടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി കുടിവെള്ളം, അതായത് ഒരു പരിധി വരെ കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും പഴയൊരു തരത്തിലേക്ക് പോകുന്നോ എന്നൊരു സംശയത്തിന്റെ തുടക്കമാണ്. വളരെയധികം നന്ദി. ശ്രീമതി രേവതി ബാബു, എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റാണ് പ്രതികരിച്ചത്.